എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലെ വചനങ്ങളാണിത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വളരെ വലിയൊരു ആഗ്രഹമാണ്. സന്തോഷം കണ്ടെത്തേണ്ടതിനു വേണ്ടി മനുഷ്യൻ തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യാദികളും ചെയ്യാറുണ്ട്, അല്ലേ? പല പാപ പ്രവൃത്തികളുടെയും എല്ലാം വേര് കിടക്കുന്നത് ഈ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ സന്തോഷത്തിൽ പലപ്പോഴും നമുക്കതിൽ നിലനിൽക്കാൻ കഴിയുകയില്ല. ഒന്ന്, നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കുവാൻ പറ്റത്തുള്ളൂ. സന്തോഷം ഉണ്ടാക്കുന്ന നിലയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരണം. ആ സാഹചര്യം അത് എന്തുമായിക്കൊള്ളട്ടെ. അതുമാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യം അനുകൂലമായി വന്നെങ്കിൽ അതിനൊരു പരിധിയുണ്ട്, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഒരു എക്സ്പയറി ടൈം ഉണ്ട് അതിന്. അതെല്ലാ സമയവും നിലനിൽക്കണമെന്നില്ല ആ സന്തോഷം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോൾ എപ്പോഴും സന്തോഷിപ്പാനുള്ള ഒരു വക ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതെങ്ങനെ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എന്ന് പറയുമ്പോൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഉള്ള വക അത് ദൈവം ഒരുക്കി നൽകും എന്നുള്ളതാണ്. ഇന്ന് ഈ സമയം ഈ വീഡിയോ കാണുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, വളരെ ഭാരത്തോടെയും പ്രയാസത്തോടെയും ടെൻഷനോടെയൊക്കെയാണ് ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കുവാനുള്ളൊരു വക ദൈവം ഒരുക്കി തരും. എപ്രകാരമാണ് നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വിചാരത്തെക്കുറിച്ചല്ല പറയുന്നത്, ഉത്കണ്ഠയെക്കുറിച്ച്, ടെൻഷനെ കുറിച്ച്, ആകുലതയെ കുറിച്ച്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന നിലയിൽ ഒരു വിഷയവും ആ നിലയിൽ ഇടപെടാൻ അനുവദിക്കരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതിനാൽ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. സ്തോത്രം. അപ്പോൾ വചനം പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ വിചാരപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും ഒരു വിഷയത്തെ ഓർത്ത് അതിന് വിടുതൽ എങ്ങനെ കിട്ടും, ആ വിഷയത്തിന്റെ മേലൊരു നീക്കുപോക്ക് എങ്ങനെ കിട്ടുമെന്ന് ഓർത്തായിരിക്കും നമ്മൾ ഭാരപ്പെടുന്നത്, വിചാരപ്പെടുന്നത്. എന്നാൽ വചനം പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. പിന്നെ എന്ത് ചെയ്യണം? എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്ത് കാര്യമാണോ ഇപ്പോൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്, ആ വിഷയത്തെ ഒരു പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ അങ്ങോട്ട് പകരുക. ദൈവത്തിന് മഹത്വം. അതിഭയങ്കര ഹൃദയവേദനയാൽ ആലയത്തിലേക്ക് ചെന്ന ഹന്ന തന്റെ ഹൃദയത്തെ പകർന്ന പോലെ ആ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ സ്തോത്രത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവർ വിചാരപ്പെടില്ല. കാരണം സകല ഭാരവും എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് അരുളി ചെയ്ത കർത്താവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ ദൈവത്തെങ്കിലേക്ക് ആ ഭാരം ഏൽപ്പിച്ചാൽ പിന്നെ നമ്മളിൽ ആ ഭാരം നിൽക്കില്ല. അതുകൊണ്ട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും സ്തോത്രത്താലും, അല്ലേ? സ്തോത്രം. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ആ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അറിയിക്കാം. 5 അപ്പവും 2 മീനോ ഉള്ളൂ കയ്യിലുള്ളൂ. യേശു അവിടെ ചെയ്തൊരു കാര്യം നമുക്കാണ്. കർത്താവ് അതിനെ വാഴ്ത്തി മുറിക്കി എന്ന് പറയും.
വാഴ്ത്തുക എന്ന വാക്ക് അതിന്റെ അർത്ഥം നന്ദി പറയുക എന്നാണ്. 5000-ൽ പരം പുരുഷന്മാര് നിൽക്കുമ്പോൾ 5 അപ്പവും 2 മീനും ഒന്നിനും തികയത്തില്ല. പക്ഷേ കയ്യിലുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണാം. വേണ്ടതിനെ, കിട്ടേണ്ടതിനെ, ലഭിക്കേണ്ടതിനെ ഓർത്ത് ഭാരപ്പെടുന്നതെങ്കിൽ കയ്യിൽ ഉള്ളതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ നന്ദി, ഈ ജീവിതത്തിനായി, എന്റെ കുടുംബത്തിനായി, എനിക്ക് തന്ന സകല നന്മകൾക്കുമായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് വചനം പറയാണ്, എല്ലാ വിഷയവും അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചേ. അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അടുത്ത വചനം പറയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. എന്താണ് ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം? നമ്മളെ ഈ അസ്വസ്ഥപ്പെടുത്തിയത് മുഴുവൻ ചിന്തിച്ചു നോക്കിക്കോ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയം ഓർത്ത് ചിന്ത നമ്മളങ്ങ് തുടങ്ങും. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, നമ്മുടെ തലച്ചോറ് ആമേൻ നിന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതിനുള്ള വഴി എവിടെ നിന്ന് കിട്ടും, എങ്ങനെ മുന്നോട്ട് പോയാൽ ലഭിക്കും. ഈ ചിന്തകളെല്ലാം കൂടുതൽ ടെൻഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക ചെയ്യുന്നത്. എന്നാൽ വചനം പറയാൻ, നിന്റെ ആ ഭാരം ഏൽപ്പിച്ചു കൊടുത്താൽ നീ ചിന്തിച്ച ആ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം എന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിച്ച ചിന്തയുടെ അപ്പുറത്തെ ദൈവപ്രവൃത്തി ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെടുമ്പോൾ ആ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമ്മളുടെ മേൽ വ്യാപരിക്കുക. നമ്മുടെയൊക്കെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തതും കണക്ക് കൂട്ടിയതുമായ പല വിഷയങ്ങളുടെ മേലും എത്ര നിസ്സാരമായാണ് ദൈവം ഓരോ വിഷയത്തിന്റെ മേലും ഇടപെട്ട് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോ നമ്മുടെ ആ ബുദ്ധിയെ കവിയുന്ന ആ ബുദ്ധിയാണ് നമുക്കൊരു ടെൻഷനായിട്ട് തീർന്നത്, ഒരു പ്രയാസമായിട്ട് തീർന്നത്. ആ ചിന്തയാണ് ഒരു വലിയ പ്രശ്നമായി, ആ ഉത്കണ്ഠയാണ് വലിയ പ്രശ്നമായി തീർന്നത്. വചനം പറയാ, ആ ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും, അതാ പറഞ്ഞ് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ ക്രിസ്തുവേശുവിങ്കൽ കാക്കുമെന്ന്. എന്ന് വെച്ചാൽ ആ സമാധാനം വരുമ്പോൾ സന്തോഷം വരും. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രി എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത്, ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്റെ ചിന്തയോ എന്റെ നിലവുകളോ എന്റെ കണക്കുകൂട്ടലോ ഒന്നുമല്ല, അവയെ കവിയുന്ന ഒരു ദൈവപ്രവൃത്തി ഈ വിഷയത്തിന്റെ മേൽ വെളിപ്പെടും. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പാനുള്ള വക അത് നൽകുന്നത് കർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ്. അവൻ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അവന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും, അവന് സന്തോഷമുണ്ടാകും. കാരണം അവൻ അറിയാം, ഏത് തീച്ചൂളയുടെ നടുവിലാണേലും, ഏത് സിംഹത്തിന്റെ ഗുഹയാണേലും, ഏത് കാറും കോളും അടിക്കുന്ന തിരമാലയുടെ നടുവിലാണേലും തന്നോടുകൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള ബോധ്യമാണ് അവന് സന്തോഷം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ, നിനവുകളെ ക്രിസ്തുവേശുവിങ്കൽ കാക്കട്ടെ. ഒരു വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാവരെയും യേശു കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.